വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളാണ്. അപ്പോസ്തല പ്രവൃത്തിയെ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകം എന്നൊരു വിളിപ്പേര് ഈ പുസ്തകത്തിനുണ്ട്. ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ദൈവസഭയുടെ ഉദ്ഘാടനവും അതിൻ്റെ ആരംഭവുമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്ന, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും ആദ്യത്തെ സംഭവങ്ങളെന്ന് പറയുന്നത്. അതുവരെ യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ മതപരമായിരിക്കുന്ന ചിന്തകളിലും ആരാധനകളിലും ന്യായപ്രമാണത്തിലും ഒതുങ്ങി നിന്ന ദൈവിക അംശങ്ങൾ ജാതികളിലേക്ക് പുറപ്പെട്ടു വരികയും പുതിയ നിയമ സഭ എന്നൊരാശയത്തെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ കാണുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ദൈവസഭ ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം എന്നിങ്ങനെയുള്ള വസ്തുതകളാണ് ദൈവസഭയുടെ ആരംഭത്തിന്, പുതിയ നിയമസഭയുടെ ആരംഭത്തിന് കാരണമായി തീരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിവസത്തിൽ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചില സംഗതികൾ നമുക്ക് യെരുശലേമിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അഥവാ യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടിയിരുന്ന ആ മാളിക മുറിയിൽ അവിടെ നടക്കുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവിടെ വ്യത്യസ്തമായിരിക്കുന്ന ചില സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. രണ്ടാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി ആരംഭവാക്യങ്ങളിൽ പറയുന്നത്, കൊടുമുഴക്കത്തോടുകൂടെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു, അവരുടെ ഇരുന്ന വീട് മുഴുവനും നിറച്ചു, അഗ്നി പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവർക്കെല്ലാവർക്കും അന്യഭാഷകളിൽ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചു എന്ന തിരുവെഴുത്തുകൾ നമുക്ക് ആരംഭവാക്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ ഇവർ അന്യഭാഷകളിൽ സംസാരിക്കാനും വലിയ കൊടുമുഴക്കം അവിടെ ഉണ്ടാകുകയും ചെയ്തത് നിമിത്തം യെരുശലേമിൽ അന്ന് ഉത്സവത്തിന് വേണ്ടി വന്നുകൂടിയിരുന്ന പല ആൾക്കാരും ഈ ശബ്ദം കേട്ട ഇടത്തേക്ക് വന്നു ചേരുവാനായിട്ട് ഇടയാകുകയാണ്. അവർ ശബ്ദം കേട്ട് വന്ന ഇടങ്ങളിൽ നോക്കിയപ്പോഴത്തേക്കും 12 പേർ എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാവിൽ അവർ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ 12 പേർ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നത് കണ്ടിട്ട് വന്നുകൂടിയ ജനങ്ങൾ ഇവരിൽ ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. 7-8 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ എങ്ങനെയാണ് ഇവർ നാം ജനിച്ച നമ്മുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്? അതിൽ അടിവരയിടേണ്ടുന്ന വാക്ക് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ എന്ന വാക്യമാണ്. എന്തുകൊണ്ടാണ് ഗലീലക്കാരല്ലയോ എന്നിവർ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരുടെ മതകോടതിയായിരിക്കുന്ന സൻഹദ്രീൻ സംഘം, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ ഒരു ഗണമുള്ള ആ സൻഹദ്രീൻ സംഘത്തിൻ്റെ പ്രധാന ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കൊട്ടേഷൻ, നിക്കോദേമസിൻ്റെ കീഴിലുള്ള കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: പരിശോധിച്ചു നോക്കുക, ഗലീലക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നൊരു സംസാരം, എന്നുള്ള ഒരു പൊതുവിലുള്ള ഒരു തത്വം, പൊതുവിലുള്ള ഒരു ചിന്ത യഹൂദന്മാരുടെ ഇടയിൽ, പരീശന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഗലീലക്കാരിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു ശുശ്രൂഷകൻ, ഒരിക്കൽ പോലും ഒരു പ്രവാചകൻ, ഗലീലയിൽ നിന്ന് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ നാവായിരിക്കുന്ന ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു സങ്കല്പമാണ്, ഒരു ചിന്തയാണ്. ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ എന്നതിൽ ആശ്ചര്യപ്പെടുന്നതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ഒറ്റ പ്രവാചകൻ പോലും ഗലീലയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഗലീലക്കാരല്ലയോ എന്നുള്ള ആ ആശ്ചര്യത്തിൻ്റെ പുറകിലുള്ള രഹസ്യമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ വലിയ പ്രവാചകന്മാരെ 4 പേരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരോടനുബന്ധമായിട്ട് ഏതാണ്ട് 12 ചെറിയ പ്രവാചകന്മാർ. ഇങ്ങനെ പുസ്തകം എഴുതിയ 16 പ്രവാചകന്മാരുണ്ടായിരിക്കെ 88 പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാതെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ, വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ 16ഉം 88ഉം 104 പ്രവാചകന്മാർ പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിൽ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് ഗലീലയിൽ നിന്നുള്ള ഒരാളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് ഗത്ത് ഗോഫർകാരനായിരിക്കുന്ന അമിത്തായിയുടെ മകൻ യോനയാണ് ഗലീലയിൽ നിന്നുള്ള ഏക പ്രവാചകൻ. 104 പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ അതിൽ ഒരേ ഒരാൾ മാത്രമാണ് ഗലീലയുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് ഉള്ള ഒരു പ്രവാചകനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ബാക്കി ആരും തന്നെ ഗലീലക്കാരല്ല. എന്നാൽ പുതിയ നിയമത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്
12 പേരും ഗലീലയിൽ നിന്നുള്ളവരായിരുന്നു. ഈ 12 പേരും ഒരേ നിലവാരത്തിലാണ് ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ കേവലം ഒരേ ഒരു പ്രവാചകൻ മാത്രമാണ് ഗലീലയിൽ നിന്നുണ്ടായിരുന്നതെങ്കിൽ പുതിയ നിയമസഭ ആരംഭിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ കർത്താവ് ഉയർത്തുമ്പോഴത്തേക്കും അതിൻ്റെ പ്രവാചക ഗണത്തിൽ 12 പേരും ഗലീലക്കാരായിരുന്നു എന്നുള്ളത് ആശ്ചര്യപരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അന്നത്തെ സമൂഹത്തിന് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു വസ്തുതയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ നിന്നോ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ടോ പ്രത്യേകമായിരിക്കുന്ന ഒരു പൊസിഷനിലേക്കോ ആരും തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് പുറകിൽ ഇല്ലാതിരിക്കുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അഭിഷേകം നിങ്ങളുടെ വിധിയെ മാറ്റുന്നതാണ്. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന, ഇന്ന് വരെ നിങ്ങളുടെ ചരിത്രത്തിൽ ഇല്ലാതിരുന്ന, ഇന്ന് വരെ കേട്ടുകേൾവിയില്ലായിരുന്ന ചില സംഗതികൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരവിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ ഒന്ന് എടുത്തുയർത്തുന്നതിനുള്ള ഏക കാരണം, അതിൻ്റെ പുറകിലെ രഹസ്യമെന്ന് പറയുന്നത് അഭിഷേകമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ ഇവർ നിറഞ്ഞപ്പോൾ, ആത്മാവിൽ അവർ മർമ്മങ്ങളെ പ്രസ്താവിക്കാൻ തുടങ്ങിയപ്പോൾ കേട്ടുനിന്നവരിൽ 3000 പേർ അന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഗലീലയിൽ നിന്നുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കാതിരുന്ന യഹൂദന്മാർ ഈ 12 പേരുടെ വർത്തമാനത്തിൽ ആശ്ചര്യപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇവരുടെ ആത്മീക മർമ്മങ്ങളിൽ അവർ അതിശയം ജനിക്കുമാറ് അവരുടെ കാൽക്കീഴിൽ കീഴടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിനുള്ള ഏക കാരണമെന്ന് പറയുന്നത് അവരിൽ വ്യാപരിച്ച ഒരു അഭിഷേകമാണ്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, അഭിഷേകം നിങ്ങളുടെ വിധിയെ മാറ്റുന്നതാണ്. ഗലീലക്കാരിൽ നിന്ന് ഒരുത്തൻ പോലും പ്രവാചകനില്ല എന്ന് പറഞ്ഞവരുടെ ഇടയിൽ പുതിയ നിയമത്തിൻ്റെ കർട്ടൻ ഉയർത്തുമ്പോൾ 12 ഗലീലയിൽ നിന്നുള്ള പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പിന്നാമ്പുറങ്ങളിൽ വലിച്ചെറിയപ്പെട്ടവരാണെങ്കിൽ, സമൂഹത്തിൻ്റെ അടിത്തട്ടിലാണ് ഇന്നും നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ വ്യക്തിപരമായിട്ട് ആർക്കും തന്നെ ഒരു മതിപ്പില്ലാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധിയെ മാറ്റുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർക്ക് അംഗീകരിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങളെ മറ്റുള്ളവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ദൈവിക അഭിഷേകത്തിന് അത്രയും ഒരു കരുത്തുണ്ട്. ദൈവിക അഭിഷേകം നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതുന്നതാണ്. ഈ ദൈവവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.